ഓപ്പറേഷൻ തുഫാൻ ഹിറ്റായി ഓടുമ്പോഴും ലഹരി മാഫിയയുടെ അഴിഞ്ഞാട്ടം തുടരുകയാണ്. ഹോസ്റ്റലിൽ ലഹരി ഉപയോഗിക്കുന്ന വിവരം അധ്യാപകരെ അറിയിച്ചതിന് പ്രതികാരമായി വിദ്യാർത്ഥിയുടെ ജനനേന്ദ്രിയം സഹപാഠികൾ മർദ്ദിച്ചു തകർത്തു. തൊടുപുഴയിലുള്ള ഗ്രാൻഡിസ് എന്ന സ്ഥാപനത്തിൽ പഠിക്കുന്ന അണക്കര സ്വദേശിയായ വിദ്യാർത്ഥിക്കാണ് ഗുരുതരമായി പരിക്കേറ്റത്. തൊടുപുഴയിലെ ഗ്രാൻഡിസ് എന്ന സ്ഥാപനത്തിൽ മൊബൈൽ ഫോൺ ആൻഡ് ലാപ്ടോപ്പ് സർവീസ് കോഴ്സിന് പഠിക്കുകയാണ് അണക്കര സ്വദേശിയായ വിദ്യാർത്ഥി. സ്ഥാപന അധികൃതർ നടത്തുന്ന ഹോസ്റ്റലിലാണ് താമസം. ഒരു വീടാണ് ഹോസ്റ്റലായി ക്രമീകരിച്ചിരുന്നത്. 3 മുറികളിലായി 11 പേരാണ് ഇവിടെ താമസിച്ചു വരുന്നത്. ഇതിൽ 3 പേർ സ്ഥിരമായി കഞ്ചാവ് ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നത് ഈ വിദ്യാർത്ഥിയും കൂട്ടുകാരും കണ്ടിരുന്നു. ഇക്കാര്യം അധ്യാപകരെ അറിയിക്കുകയും ചെയ്തു. അധ്യാപകന്റെ നിർദ്ദേശപ്രകാരം ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ ചിത്രീകരിച്ചു നൽകി. ഇതിന്റെ അടിസ്ഥാനത്തിൽ ലഹരി ഉപയോഗിച്ചവരെ അധ്യാപകൻ ചോദ്യം ചെയ്ത ശേഷം വിട്ടയച്ചു. ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്യാൻ വിദ്യാർത്ഥിക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തു. എന്നാൽ ലഹരി ഉപയോഗിച്ചവർക്കെതിരെ നടപടിയെടുത്തതുമില്ല. ദൃശ്യങ്ങൾ പകർത്തി കൈമാറിയ വിവരം മനസ്സിലാക്കിയതോടെ സഹപാഠികൾ മുറിയിലെത്തി കുട്ടിയെ അസഭ്യം പറയുകയും ക്രൂരമായി മർദ്ദിച്ച് ജനനേന്ദ്രിയം തകർക്കുകയും ചെയ്തു. പിന്നീട് വീട്ടുകാരെ വിവരം അറിയിച്ച ശേഷം ഇവർ ഇടപെട്ട് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. ഫുഡ് കഴിച്ച് ഹോസ്റ്റലിൽ വന്നിരിക്കുന്നു. അന്നേരം ശിവസൂര്യൻ, ഗൗതം, അക്ഷയ് എന്ന് പറഞ്ഞ 3 ആൾക്കാർ കയറി വന്നു. ഈ ശിവസൂര്യൻ ഭയങ്കര തൊഴിൽ പറഞ്ഞുകൊണ്ടോ കയറി വരുന്നത്. അന്നേരം തന്നെ അവൻ കയറി വരികയും കുറച്ച് കഴിഞ്ഞ് തെളി പറഞ്ഞ് എൻ്റെ ഇവിടെ കയറി ഒരു പിടിച്ചിങ്ങനെ എണീപ്പിച്ച് ആ വേദന കൊണ്ട് എണീറ്റു. ആ സമയത്ത് തന്നെ അവൻ ഇവിടെ ഇടിക്കുകയും കൂടെ ആയിരുന്നു. ഭയങ്കര തെളി. അത്രയും അവനെ അമ്മയെ പിടിക്കുന്നതിന് തന്നെ അവനെ ആ സമയത്ത് ഇറങ്ങിപ്പോയി. പിറ്റേ ദിവസം ഒന്ന് കുളിക്കാൻ കയറിയപ്പോഴും വേദന കൂടിയിട്ട് വീട്ടിൽ അമ്മയെ വിളിച്ചു പറഞ്ഞു, അമ്മ എന്നോട് വേദനയെന്ന് പറഞ്ഞു. അന്നേരം അമ്മ പറഞ്ഞു വെള്ളം കുടിക്കാത്തോണ്ട് വെള്ളം കുടിക്കും. ഞാൻ ഈ സംഭവം വീട്ടിൽ പറഞ്ഞില്ല ഇതുവരെ, കുടിക്കാത്തോണ്ടായിരിക്കും പറഞ്ഞു. അന്ന് വേദന സഹിക്കാൻ പറ്റാതെ പിറ്റേ ദിവസം അന്നേരം അപ്പം വന്നു അങ്ങോട്ട് കയറി വന്നു. അങ്ങനെ തൊടുപുഴ ജില്ലാ ആശുപത്രി കൊണ്ടുപോയി അവിടെ വേദന കൂടിയിട്ട് സ്കാനിങ് എടുക്കാൻ പറഞ്ഞു. അന്നേരം സെന്റ് മേരീസ് ഹോസ്പിറ്റലിൽ ചെന്ന് സ്കാനിങ് എടുത്തോണ്ട് വന്ന് അന്നേരം പറഞ്ഞ സർജറി ചെയ്യണം, അത്രയും പെട്ടെന്ന് ചെയ്തേ പറ്റത്തുള്ളൂ, കോട്ടയം മെഡിക്കൽ കോളേജിലോട്ട് കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. അങ്ങനെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയിട്ട് പറഞ്ഞ് ഫുള്ളായിട്ട് എടുത്ത് മാറ്റേണ്ടതായിട്ട് വന്നു. വിദ്യാർത്ഥിക്ക് മർദ്ദനമേറ്റ സംഭവവുമായി ബന്ധപ്പെട്ട് ഒരാളെ തൊടുപുഴ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പ്രായപൂർത്തിയാകാത്തതിനാൽ ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് മുമ്പാകെ ഹാജരാക്കിയ ശേഷം വീട്ടുകാർക്കൊപ്പം വിട്ടയച്ചു. ഒപ്പമുണ്ടായിരുന്ന 2 പേർക്കെതിരെ കേസ് എടുത്തിട്ടുമില്ല. അച്ഛൻ ക്യാൻസർ രോഗിയായതിനാൽ കുട്ടിയുടെ തുടർ ചികിത്സയ്ക്ക് പണമില്ലാതെ വിഷമിക്കുകയാണ് കുടുംബം. ന്യൂസ് ബ്യൂറോ, അണക്കര.